ശരിക്കും കൃഷ്ണയിൽ പോകാനാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പൈസ ഇട്ട് വെക്കാനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ബ്രഷ് ആയിട്ട് പിന്നെ ഓണമൊക്കെ അല്ലേ, അപ്പൊ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. എല്ലാരും ഓണമായതുകൊണ്ട് ഷോപ്പിങ്ങിലൊക്കെ ആയിരിക്കും. ഞങ്ങൾ പോയത് തൃപ്പൂണിത്തുറയിലാണ്. ഞങ്ങൾ ശരിക്കും കൃഷ്ണയിൽ പോകാനാണ് പോയത്. പക്ഷെ അവിടെ ഫുള്ള് തിരക്കാണ്, നമുക്ക് കയറാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷ്ണ ഒഴിച്ച് ബാക്കി എല്ലാ കടകളിലും ഞങ്ങൾ പോയി. അല്ലെ, ഞങ്ങൾ ഏതൊക്കെ കടയിൽ പോയി? സീമാസിൽ പോയി, ലീല സ്റ്റോഴ്സിൽ പോയി, ഏതാ ഫാഷൻ വേൾഡിൽ പോയി. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതൊന്നും നമുക്ക് ഓണത്തിൽ പെടുത്തണ്ടല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ അധികം ഒന്നും മേടിച്ചിട്ടില്ല, ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഏത് ആദ്യം എടുക്കുമെന്നൊരു കൺഫ്യൂഷനിലാണ് അല്ലേ. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മേന്റെ കണ്ണു പൊത്തി ഞാൻ തൊടാം. ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, കണ്ണു എന്തൊക്കെയോ അതൊക്കെ തന്നെ എന്തായാലും. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനകത്ത് ഈ എന്തൊക്കെ ഉണ്ട് കേട്ടോ. കുപ്പി, നമ്മൾ വെള്ളം കുടിക്കാൻ എടുത്ത കുപ്പി. നമുക്ക് പൊട്ടിക്കാം. വരൂ കാണിക്കും. ഇത് ഷർട്ട്, ഡ്രസ്സാണ്. കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊരു പാൻറ് ഉണ്ട് കേട്ടോ. കണ്ടോ, പാൻറ് കൂടെ തരും. നെക്സ്റ്റ് ഇത് അച്ഛൻ്റെ ഡ്രസ്സാണ്. ഇടയ്ക്ക് വയ്യ അച്ഛൻ വന്ന് ഉണ്ടാക്കും. ഓക്കെ ഓക്കെ, ഇത് എൻ്റെ അച്ഛൻ്റെ അനിയന് മേടിച്ച ഡ്രസ്സാണ്. ചുളുക്കി പിടിച്ചാണ് പൊട്ടന്മാർ വെച്ചേക്കണം. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏട്ടന്, അമ്മയുടെ ഏട്ടൻ. ഇത് അച്ഛനല്ലേ? അതൊട്ടും കൊള്ളത്തില്ലല്ലേ, ഒരു രസമില്ല ഗൈസ്. പക്ഷെ ഇത് പഴഞ്ചൻ മോഡല്. ഈ അച്ഛന് ഒരു സെലക്ഷൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് കിറ്റിലാണ്. ഈ കിറ്റ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് ചീര ഇപ്പൊ എടുത്തപ്പോഴേക്കും അവിടെ ഒരു എന്താ പേര്, മുരിയക്കോല് ചീര കിട്ടിയിട്ടാ. വെജിറ്റബിൾസ് ഇതിനകത്ത് വെച്ചേക്കുക. ഇതെന്താ തെറ്റിത്തുണിയാണ്. 4 പീസാണ് മേടിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് 4 ദിവസമേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 4 പീസ് അല്ലേ, 4 പീസ് ഇതാ തെറ്റിത്തുണിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിലിടാനായിട്ട് എനിക്ക് മേടിച്ച ചെരുപ്പാണ്. പിന്നെ ഇതാണ് അടുത്തത്. പിന്നെ ഇത് അച്ഛന് മേടിച്ചതാണ്. ഇതിന് നല്ല ഹീലാണ് കേട്ടോ. ഇത് കണ്ടോ, ഹീലൊക്കെ ഇടുന്നവർക്ക് ഇത് ഹീലല്ല, പക്ഷെ എനിക്ക് ഹീലാണ്. കാരണം ഞാൻ ഹീലുള്ളത് ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഹീലാണ്. ഇതും വീട്ടിലായിട്ട് മേടിച്ചതാണ്. ഇതാർക്കാ? ഇത് അച്ചമ്മക്കല്ലേ? ഇത് അച്ചമ്മയ്ക്കാണ്. എനിക്ക് കറക്റ്റാണ്, അവിടെ വെച്ചിട്ട് നോക്കിയതാണ്. കണ്ടോ, എനിക്ക് കറക്റ്റാണ്ടോ ഗായ്സ്. അപ്പം ഇപ്പോൾ ഒരു എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾ പട്ടുപാവാട മേടിച്ച് കഴിഞ്ഞിട്ട് പട്ടുപാവാട അല്ല, പട്ടുപാവാട തയ്ക്കാനുള്ള തുണിയും പാവാട വയ്ക്കുന്ന തുണിയും മേടിച്ചു. പക്ഷെ ഇപ്പോൾ തയ്ക്കാൻ അറിയില്ല. ഞങ്ങൾ 3 സ്ഥലത്താണ് നേരിട്ട് കൊടുക്കാറുള്ളത്. ഒരു ചേച്ചിയുടെ അവിടെ ഇപ്പോൾ കൊടുക്കാറില്ലല്ലോ, ഒരു ചേച്ചിയുടെ അടുത്ത് കൊടുക്കാറില്ല. അടുത്ത ചേച്ചിയുടെ അടുത്ത് ആ ചേച്ചിക്ക് വയ്യ കിടപ്പായതുകൊണ്ട് ആ ചേച്ചി ജോലിക്ക് പോലും പോണില്ല. പിന്നെ ഇവിടുത്തെ ചേച്ചിയുടെ കയ്യിൽ അങ്ങനെ ഞങ്ങൾ അതും കൊടുക്കാറുണ്ട്. പക്ഷെ എന്തായാലും ആ ചേച്ചി പറയണ ഫുള്ള് തിരക്കാണ്. അതുകൊണ്ട് തിരക്കായതുകൊണ്ട് തരാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത്. 3 പേർക്കും പറ്റത്തില്ല. എന്താ സംഭവങ്ങളൊക്കെ ഇതുണ്ടോ. വെൽക്കം ടു മൈ ഹോം, BTSന്റെ ജങ്കുക്ക്. പിന്നെ ഇതെൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഹാർട്ട് ഷേപ്പിൽ കുറച്ച് കുഞ്ഞു സ്റ്റാറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തതാണ്. ഇത് എനിക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ വെക്കണമെന്നായിരുന്നു. ഇവിടെ ഫുള്ള് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വലുത് തൊട്ട് ചെറുത് വരെ ഇങ്ങനെ വെക്കണമെന്നായിരുന്നു. പക്ഷേ അതെനിക്ക് ബാക്കി മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്ന് പോയപ്പോൾ മേടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ കടയിൽ ചോദിച്ചപ്പോഴൊക്കെ പിന്നെ എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ ഡാർക്ക് കളറാണ്. പക്ഷേ ഇത് ലൈറ്റ് കളറാണ് കണ്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ കളറായ ബോറായി വന്നുകൊണ്ട് മേടിച്ചില്ല. ഇതെന്റെ ക്ലൗഡ് ഡെസ്ക് ഡെക്കോർ ആണ് കേട്ടോ. അമ്മൊന്നും മിണ്ടാതിരിക്കമ്മേ. പിന്നെ ചിലക്കണം. പോ
എല്ലാത്തിനും 1300 1400. പോ മിണ്ടല്ലേ. ഗൈസ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്ലൗഡ് ഡെസ്ക് ഡെക്കോർ ആണ്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അതേ അടുത്തത് ഇവിടെ എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. മൈ ക്ലൗഡ് ഡെസ്ക് ഡെക്കോർ. ലൗഡ് അല്ല കേട്ടോ, ക്ലൗഡാണ്. അടുത്തത് ഇതിനകത്ത് എന്താ ഇത് കണ്ടോ, ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ പൈസ ഇട്ട് വെക്കാനാണ്. പക്ഷെ ഇപ്പം ഞാനൊരു ബ്രഷാണ് ഇട്ട് വെച്ചേക്കണേ. നേരെ വെക്കാൻ പറ്റും, പക്ഷെ അത് വെക്കാൻ കുറച്ച് ബാലൻസ് വേണം. അതെ കണ്ടോ, കുറച്ച് ക്യൂട്ട്നെസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ശരിക്ക് വേറെ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരു കുഞ്ഞ് ഡെസ്ക് ഡെക്കോറാണ്. എന്തെങ്കിലുമൊക്കെ കുഞ്ഞിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഡെസ്ക് ഡെക്കോറാണ്. ഇത് പിന്നെ കലണ്ടറാണ്. ഇതാ കണ്ടോ, ഫെബ്രുവരി, മാർച്ച്. ഇത് മറ്റേ ഫുള്ളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫുള്ളുണ്ടാക്കി. പക്ഷെ ഇതൊന്നും അറിയണില്ല ഉണ്ടെന്നുള്ളത്. കണ്ടോ, ഫുള്ളുണ്ട് ഇതിനകത്ത് അടിയുന്നു. അതെ ഇത് പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാട്ടോ, നല്ല ക്യൂട്ടായിട്ട്. പക്ഷെ ഒന്നും ഇട്ട് വെക്കാനും പറ്റില്ല. ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള എല്ലാ വീഡിയോസും കാണണം കേട്ടോ. ഇനി ഇപ്പോൾ വ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ എന്താ പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.